السلام عليكم ورحمة الله وبركاته. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആചാര്യ മറ്റു അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ജാമിയ ഇസ്ലാമിയ അറബിയയിലെ വിവിധ സ്ഥാപനങ്ങളിലുണ്ടാകുന്ന നമ്മുടെ ബോഡിയും നിങ്ങളുടെ ഈ വിളികൾ കാണുമ്പോൾ ഞാനും ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെപ്പോലെ ഈ ദേഹത്തിൽ ഇത്തരം സംവിധാനങ്ങളിലേക്ക് ഇങ്ങനെ ഈ ഒരു കൂട്ടായ്മയിൽ ഞാനിവിടെ ജീവിച്ചത് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറ്റിയിരിക്കുകയാണ്. 1989 മുതൽ 93 വരെ 5 വർഷക്കാലം ഈ ബോഡി മദ്രസയിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അന്ന് ഞങ്ങൾക്ക് ആത്മീയമായ നിർദ്ദേശങ്ങളും എല്ലാ നിലക്കും നമ്മെ കൈപിടിച്ചുയർത്തിയതുമായ നമ്മുടെ ആത്മീയമായ നേതൃത്വം ബഹുമാനപ്പെട്ട മർഹൂം MC ഉസ്താദ് അള്ളാഹുവിന്റെ ചർച്ച ഏറ്റുകൊടുക്കുമാറാകട്ടെ. ആ ഉസ്താദിന്റെ വളരെ നല്ല ചിട്ടയും ഉപദേശങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പെരുമാറ്റത്തിലും എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സ്ഥാപനത്തിൽ ഒരു ആവശ്യത്തിന് പോയപ്പോൾ അവിടുത്തെ കുട്ടികളെ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര ഒച്ചപ്പാടുകൾ കാണുന്നു. അപ്പോഴാണ് ഞാൻ ബോഡി മദ്രസയിലെ ക്യാൻറ്റീൻ്റെ ആ ഒരു അച്ചടക്കം ഞാനിങ്ങനെ ഓർത്തുപോയത്. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഭക്ഷണം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൈവക്കാൻ ചില സൂചനകൾ ഇപ്പോൾ അതിന് നിലവിലുണ്ടോന്ന് അറിയില്ല. ഒരൊറ്റ കുട്ടിയും ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കുന്നത് ഒരാളും അറിയില്ല. അത്രത്തോളം പിന്നെ നമുക്ക് പരിചരണം തന്നുകൊണ്ട് ബഹുമാനപ്പെട്ട വിവാദത്തിലായാലും നമ്മുടെ ദീനചര്യകളിലായാലും എല്ലാറ്റിലും നമ്മുടെ അഭിമുഖരായ അതുപോലെ തന്നെ നല്ലൊരു ഉസ്താദ്. ഞാൻ പഠിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ഉസ്താദായി ബഹുമാനപ്പെട്ട ഉസ്താദുകളുടെ അതിനുശേഷം പല ഉസ്താദുമാരും വന്നുപോയി. എനിക്ക് പലപ്പോഴും ഇങ്ങോട്ട് ബന്ധം സ്ഥാപിക്കാനോ മറ്റോ ഒന്നും കഴിയുന്നില്ല. എപ്പോഴെങ്കിലും ചിലപ്പോൾ വരും, പദ്ധതികൾ പോകുമെന്നല്ലാതെ നമ്മുടെ ഇവിടുത്തെ കുട്ടികളുമായി സംവദിക്കാനോ അല്ലെങ്കിൽ അത്തരമൊരു വേദിയോ സാഹചര്യമോ ഉണ്ടാകാറില്ല. അല്ലെങ്കിൽ അത് ഉണ്ടാകുന്ന സമയത്ത് എത്തിപ്പെടാറില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ നമ്മളുടെ പിന്നെ ബന്ധം ഒരുപാട് അകലെ ആയിക്കൊണ്ട് ഏതായാലും അൽഹംദുലില്ല ഇന്ന് ശാരിയുടെ ഒരു ശോകസംഘം നടക്കുന്നതുകൊണ്ട് ഇതിലൊരിക്കലും പോകുമ്പോൾ ഒച്ച കേട്ടതുകൊണ്ട് ഞാൻ മാനവസ്ഥാനത്തിൽ ചേർത്താണ് പരിപാടി. അപ്പൊ ഇവിടെ പ്രശ്നം നടക്കാന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടതാണ്. അൽഹംദുലില്ല എന്റെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കളോട് ഞാൻ വളരെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഉപ്പയും ഒരു വലിയ പ്രതീക്ഷ മുമ്പിൽ വെച്ചുകൊണ്ടാണ് നമ്മെ ഈ മദ്രസയിലേക്ക് അയക്കുന്നത്. ആ പ്രതീക്ഷയും അവരുടെ ആഗ്രഹത്തിനും ഒത്തുകൊണ്ട് നമ്മളെല്ലാവരും വളരണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. SSLC കഴിഞ്ഞ ഉടനെ നമ്മുടെ ഉസ്താദുമാരുടെ ശിക്ഷണത്തിന്റെ ഫലമായി എന്റെ മനസ്സിലേക്ക് ഷഹീദ് കോളേജിൽ ജോയിൻ ആകാൻ ഞാൻ ആഗ്രഹിക്കുകയും അങ്ങനെ ഷഹീദ് കോളേജിൽ ആദ്യം അങ്ങനെ തുടർന്ന് ദർസ് മേഖലയിലൂടെ പഠിച്ചു വളരുകയും 2003 സാലി ബിരുദത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തു. ഇപ്പോൾ 10 വർഷത്തോളമായി ഞാൻ കൊടിയമ്മ എന്ന സ്ഥലത്ത്